വെയിറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞ മാരക വെയിറ്റ് ലോസ് ആയിരിക്കും. കാരണം നിങ്ങൾ ഇത് കുടിച്ചിട്ട് ഒരു 1 വീക്ക് കുടിച്ചിട്ട് നിങ്ങളുടെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാം. ഇനി ഒരുപാട് പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ഡയറക്ട്ലി ഈ ഡ്രിങ്കിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് കാണിച്ചു തരാം. Hi guys, welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ is gonna be a very useful video for majority of you. കാരണം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മോസ്റ്റ് ഇഫക്റ്റീവ് ഡ്രിങ്ക് ഫോർ വെയിറ്റ് ലോസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡ്രിങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ കുടിക്കാൻ തുടങ്ങിയ ഒരു ഡ്രിങ്ക് അല്ല. ഫോർ ദ പാസ്റ്റ് 2 years എവറി ഡേ മോർണിംഗിൽ ഞാൻ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ്. ആൻഡ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയ ബെനിഫിറ്റ്സ് കൊണ്ടാണ് ഐ തോട്ട് ഓഫ് ഷെയറിംഗ് ദിസ് വീഡിയോ വിത്ത് യു ഗൈസ് ആസ് വെൽ. കാരണം ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്ക് തന്നെ ടോട്ടൽ ബോഡി ഫാറ്റ് ചുരുക്കണം അല്ലെങ്കിൽ ബെലി ഫാറ്റ് ചുരുക്കണം, അങ്ങനെ കുറെ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാനായിട്ട് ഉണ്ടാവും. സോ അതിനെല്ലാം പറ്റിയ ഒരു കിഡിലൻ ഡ്രിങ്ക് ആണ് ഇത്. സോ ഫസ്റ്റ്ലി ഈ ഡ്രിങ്ക് എന്താ പറയുന്നതിന് മുന്നേ ഇതിന്റെ ബെനിഫിറ്റ്സ് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഇംപ്രൂവ്സ് അവർ മെറ്റബോളിസം, പിന്നെ ഗട്ട് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യും, റിലീഫ്സ് കോൺസ്റ്റിപ്പേഷൻ, ഗുഡ് ഡൈജഷന് നമ്മളെ പ്രൊമോട്ട് ചെയ്യും, പിന്നെ നമ്മുടെ വെയിറ്റ് ലോസ് കിഡിലനായിട്ട് ഇത് വെയിറ്റ് ലോസിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ബെല്ലി ഫാറ്റ് ചുരുക്കും, പിന്നെ ടോട്ടൽ കൊളസ്ട്രോൾ, പിന്നെ നമ്മുടെ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അഥവാ ബാഡ് കൊളസ്ട്രോൾ ഓവർ ടൈം ഇത് ചുരുക്കും കേട്ടോ. സോ നമ്മുടെ എന്താ പറയുക, കൊളസ്ട്രോൾ ഒന്ന് ചുരുങ്ങിയാൽ തന്നെ നമ്മുടെ അൺവാണ്ടഡ് ഫാറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് ചുരുങ്ങിയാൽ തന്നെ നമ്മുടെ വെയിറ്റിൽ അതൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി ഒരുപാട് പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ഡയറക്ട്ലി ഈ ഡ്രിങ്കിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇത് ഫ്ലാക്സ് സീഡ് ആണ് കേട്ടോ. കുറെ പേർക്കൊക്കെ അറിയായിരിക്കും, കാണുന്നുണ്ടല്ലോ, flax seed ആണ്. So flax seeds are rich in omega-3 fatty acids, high in fiber and low in carbs ആണ്. So this is one of the ideal ingredient for weight loss എന്ന് എനിക്ക് പറയാം. കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് തരുന്നത്. സോ ഇനി ഇതെങ്ങനെ കുടിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. 2 tablespoons ഓഫ് ഫ്ലാക്സ് സീഡ്സ് എടുക്കണം. സോ എൻ്റെ ഞാൻ ഓൾറെഡി ഈ സ്പൂണ് ഈ ഡപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഏതാണോ ടേബിൾ സ്പൂൺ ഉള്ളത് അതെടുക്കാം. ഞാനിതിപ്പോൾ ഒരു വുഡിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 tablespoon. സോ ഞാനിതിൽ ഹീപ്ഡ് ആയിട്ട്, അതായത് ഫുള്ളായിട്ട് എന്താ പറയുക, കുമിച്ചെടുക്കണ്ട, പക്ഷെ കുറച്ചൊരു ഈ കാണുന്ന ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 tablespoon. സോ ഇങ്ങനത്തെ 2 tablespoons ഞാൻ എടുക്കും. എന്നിട്ട് ഇതിനെ ഞാൻ ഒരു ജാറിൽ, ഒരു ഗ്ലാസ് ജാർ ആയിരിക്കും ബെറ്റർ, ലൈക്ക് ഞാൻ ഇതാണ് എടുക്കാറ്. സോ ഇങ്ങനത്തെ ജാറിൽ നമ്മൾ ഇത്രയ്ക്ക്, ഞാൻ ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കാറില്ല, അതും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു ഗൈസ്. സോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വെള്ളം വേണമെങ്കിൽ ഫുള്ളായിട്ട് കുടിക്കുക. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി വലിയൊരു ജാറായത് കാരണം ഞാൻ ഇതിനൊരു 3/4 വെള്ളം ഫില്ല് ചെയ്യാറുള്ളൂ. അതിലേക്ക് ഈ 2 tablespoon ഓഫ് ഫ്ലാക്സ് സീഡ്സ് ഞാൻ ഇടും കേട്ടോ. തലേന്ന് ഓവർനൈറ്റ് ഇട്ടിട്ട് ഇതിനെ സോക്ക് ചെയ്യാൻ വെക്കും. അതായത് ഇത് നല്ലോണം ഒന്ന് കുതിരണം. കാരണം നമ്മൾ റോ ആയിട്ട് കഴിക്കാനായിട്ട്, എനിക്കറിയില്ല റോ ആയിട്ട് ആൾക്കാർ കഴിക്കാറുണ്ടോ, പക്ഷെ എനിക്ക് പേഴ്സണലി ഇത് പറ്റാറില്ല. അപ്പം ഇതിനെ ഒന്ന് ഓവർനൈറ്റ് വെള്ളത്തിലിട്ടിട്ട് രാവിലെ എണീറ്റിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് വെറും വയറ്റിൽ ഫസ്റ്റ് എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ഇതായിരിക്കും കേട്ടോ. അപ്പം ഇത് ഇംപ്രൂവ്സ് അവർ മെറ്റബോളിസം. മോർണിംഗ് എണീക്കുമ്പോൾ തന്നെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ മെറ്റബോളിസം ഒക്കെ ഒന്ന് അടിപൊളിയാക്കാനായിട്ട് കിടിലൻ ഡ്രിങ്കാണ്. സോ ഇതിപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കുടിച്ചില്ല, ബിക്കോസ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാരണം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് സേവ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കുടിക്കാണ്ട്. സോ അപ്പോൾ നമുക്ക് ഇത് രാവിലെ എടുക്കുമ്പോൾ കുറച്ചൊക്കെ അടിയിൽ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടാവും, കുറച്ചൊക്കെ മേലെ ഇങ്ങനെ ഫ്ലോട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും. സോ ഇതിനെ നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്യുമ്പോൾ ഇതൊന്ന് നന്നായിട്ട് കലങ്ങും. എന്നിട്ട് കുറച്ചായിട്ട് കുടിക്കണം. സോ ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇത് സോക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ എണീറ്റ് നല്ലോണം ഒന്ന് കലക്കിയിട്ട് കുടിച്ചാൽ മതി. അടിപൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ 2 years ആയിട്ട് കുടിക്കുന്നുണ്ട്. ഞാൻ ഇനീഷ്യലി വെയിറ്റ് ലോസ് ആവണം എന്ന് പറഞ്ഞ് കുടിച്ചൊരു ഡ്രിങ്ക് അല്ല, എനിക്ക് കുറച്ച് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കുടിച്ചു തുടങ്ങിയതാണ്. പക്ഷെ ഗ്രാജുവലിയാണ് എനിക്ക് മനസ്സിലായത് ദിസ് ഈസ് വെരി ഗുഡ് ഫോർ വെയിറ്റ് ലോസ് ആസ് വെൽ എന്ന്. കാരണം നിങ്ങൾ ഇത് കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുടിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ വെയിറ്റ് ഒന്ന് മെഷർ ചെയ്യുക. ആൻഡ് ഈ ഡ്രിങ്ക് കുടിച്ച് തുടങ്ങി 1 വീക്കിന് ശേഷം നിങ്ങളുടെ വെയിറ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1 kg കുറഞ്ഞിട്ടുണ്ടാവും. ഡിഫറൻസ് എന്തായാലും കാണാൻ പറ്റും. അത്രയ്ക്കും കിടിലനായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ്.
പിന്നെ ഈ ഫ്ലാക്സ് സീഡ് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു കാര്യം ഇത്രയും അടിപൊളി റിസൾട്ട് തരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. കിഡിലനായിട്ട് വെയിറ്റ് ലോസിന് പ്രൊമോട്ട് ചെയ്യും, ബെലി ഫാറ്റ് ഒക്കെ നിങ്ങൾക്ക് കിഡിലനായിട്ട് ചുരുങ്ങും കേട്ടോ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും ഈ ഡ്രിങ്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിവ്യൂസ് എന്നെ അറിയിക്കണം. ഇനിയും അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.